പ്രിയ കുഞ്ഞുങ്ങളെ, 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ പാഠഭാഗമൊന്നായ ഗ്രാമസ്ത്രീകൾ എന്ന കവിതയിലെ ആശയമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാഠപുസ്തകത്തിലെ കവിത നിങ്ങൾ വായിക്കുമല്ലോ. ഗ്രാമസ്ത്രീകൾ എന്ന കവിതയിൽ പാടത്ത് പണിയെടുക്കുന്ന കർഷക സ്ത്രീകളെക്കുറിച്ചാണ് കവി പറയുന്നത്. ആ സ്ത്രീകൾ എല്ലാവരും തന്നെ പാടത്ത് വളരെ ഉത്സാഹത്തോടെ ആത്മാർത്ഥമായി പണി ചെയ്യുന്നു. പാടവരമ്പത്ത് കണ്ടു നിൽക്കുന്ന ഒരാളുടെ മനോഗതം എന്ന രീതിയിലാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. കർഷക സ്ത്രീകൾ പാടത്ത് അധ്വാനിക്കുമ്പോൾ യാതൊരു ജോലിയും ചെയ്യാതെ ഒരു നീളൻ കുടയും ചൂടി പാടത്ത് നിൽക്കുന്ന എനിക്ക് നാണം തോന്നുന്നു എന്നാണ് പാടവരമ്പത്ത് നിൽക്കുന്ന കവി പറയുന്നത്. അല്ലയോ സോദരിമാരെ, ഏത് വിശ്വവിദ്യാലയത്തിൽ നിന്നാണ് നിങ്ങൾ ഈ വിദ്യകളൊക്കെ പഠിച്ചത്? ഈ കലാവൈഭവം ഏതൊരു അധ്യാപകനാണ് നിങ്ങളെ പരിശീലിപ്പിച്ചത് എന്നാണ് കവി ചോദിക്കുന്നത്. കർഷകർ കന്നിനെൽപ്പാടം ഉഴുതുമറിക്കുമ്പോൾ മണ്ണിൻ്റെ പുതുമണം എങ്ങുമുണർന്നു. പ്രഭാത സൂര്യൻ്റെ ചുവന്ന കിരണങ്ങളേറ്റു ആകാശമാകുന്ന പാടവും ചുവന്നു തുടുത്തു. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. പക്ഷെ കർഷക സ്ത്രീകൾ പരസ്പരം പേര് ചൊല്ലി വിളിച്ച് പാടത്തെത്തിക്കഴിഞ്ഞു. ആ സമയത്ത് വേലിപ്പടർപ്പിലെ പച്ചില ചാർത്തിലിരുന്ന് ഓലക്കിളികൾ ചിലയ്ക്കുന്നു. തലമുടി നെറ്റിയുടെ ഒരു വശത്ത് ചരിച്ചുകെട്ടി മടിയിൽ വലിയൊരു മുറുക്കാൻ പൊതി തിരുകി പുടവയുടെ തുമ്പ് അല്പം ഉയർത്തിക്കുത്തി പാടത്തെ ചെളിയിൽ അവർ താമരപ്പൂക്കൾ വിരിയിക്കുകയാണ്. ചെളിയിൽ നിന്നാണ് മനോഹരമായ താമരപ്പൂക്കൾ വിരിയുന്നത്. അതുപോലെ ചേറിൽ നിന്ന് നാടിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി അധ്വാനിക്കുകയാണവർ. ദിക്കുകൾ സാവധാനമുണർന്നു. നേരിയ മഞ്ഞുപോലെ മഴ പെയ്തു. പൂമഴ എന്നാണ് കവി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. മരങ്ങളും പാടവും കുടിലുകളും ചക്രവാളവും എല്ലാം ഒന്ന് നനഞ്ഞു കുളിർന്നു. ഈ കാഴ്ച കാണുന്ന കവി, കേരളമേ, നീ എത്ര മനോഹരമായൊരു ചിത്രമാണ് എന്ന് പറയുന്നു. നീർക്കുമിളകൾ പൊന്തുന്ന പാടത്തെ ചെടിയിലേക്ക് മെല്ലെ ഇറങ്ങി ജോലി ചെയ്യാൻ കർഷക സ്ത്രീകൾ നിരന്നു നിന്നു. അവർ മണ്ണിൻ്റെ അരുമ മക്കളാണ്. കാലുകൾ ചെളിയിലൂന്നി ഞാറുകൾ നട്ട അവർ വേഗത്തിൽ മുന്നേറുകയാണ്. നിരനിരയായി ഞാറുകൾ നട്ടു പോകുന്നതിന് നീലക്കസവും വിരിച്ചതുപോലെ എന്നാണ് കവി വർണ്ണിക്കുന്നത്. കേരളത്തിലെ വീരകഥകൾ വാഴ്ത്തിക്കൊണ്ടുള്ള നാടൻ പാട്ടുകൾ പാടിക്കൊണ്ടാണ് കർഷക സ്ത്രീകൾ ജോലി ചെയ്യുന്നത്. തൂലിക പിടിച്ചുകൊണ്ട് കവിയുടെ കരങ്ങൾ നൊന്തു മരവിച്ചിരിക്കുന്നു. എങ്കിലും കവി കർഷക തൊഴിലാളികളായ സ്ത്രീകളുടെ കലാസൃഷ്ടിക്ക് മുൻപിൽ ആദരവോടെ തൊഴുതു നിൽക്കുന്നു. ചേറിൽ താഴ്ത്തുന്ന ഈ മനോഹരമായ വിരൽത്തുമ്പുകളാണ് നാടിൻ്റെ ഐശ്വര്യവും നന്മകളും നെയ്തെടുക്കുന്നത്. കൃഷി ചെയ്യുന്ന തൊഴിലാളി സ്ത്രീകളുടെ അധ്വാനത്തിൻ്റെ മഹത്വം വെളിവാക്കുകയാണ് കവി. അധ്വാനത്തോടും അധ്വാനിക്കുന്നവരോടുമുള്ള കവിയുടെ ആദരവും മമതയുമാണ് ഈ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നത്.